2024 എയിംസിലെ BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 2024 ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ വന്നിട്ടില്ല. അതുകൊണ്ട് അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിലെ കോഴ്സ് ഡീറ്റെയിൽ, എക്സാം ഡീറ്റെയിലൊക്കെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. ഇതിപ്പം ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ്. അപ്പോൾ ഞാൻ ടൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്തു, 2024 എയിംസിൻ്റെ BSc നഴ്സിംഗും BSc പാരാമെഡിക്കൽ കോഴ്സസുമാണ്. അതിൽ ബേസിക് രജിസ്ട്രേഷൻ, ഇത് 2 പാർട്ടായിട്ടാണ്. ഒന്ന്, നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുക. ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫൈനൽ രജിസ്ട്രേഷനിലേക്ക് പോവുക. അപ്പോൾ ആദ്യം ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മുമ്പ് ബേസിക് രജിസ്ട്രേഷൻ ചെയ്തവരുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. ആ ഡീറ്റെയിൽ ഞാൻ പറയാം. അതിൽ ഈ ബേസിക് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ നോക്കുക. ബേസിക് രജിസ്ട്രേഷൻ മാർച്ച് 5 തുടങ്ങി ഏപ്രിൽ 4 വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും ഈ ബേസിക് രജിസ്ട്രേഷൻ. ഇനി അതിനുശേഷം ബേസിക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയവർക്ക് നിങ്ങൾക്ക് കോഡ് ജനറേറ്റ് ചെയ്യാം. ജനറേഷൻ ഓഫ് കോഡും ഫോർ ഫൈനൽ രജിസ്ട്രേഷൻ, അതായത് ഫൈനൽ രജിസ്ട്രേഷനുള്ള കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള സമയം മാർച്ച് 12 തുടങ്ങി ഏപ്രിൽ 12 വൈകിട്ട് 5 മണി വരെയാണ്. അതേപോലെ ഈ കോഡ് ജനറേറ്റ് ചെയ്തതിന് ശേഷം, അത് ബേസിക് രജിസ്ട്രേഷൻ ചെയ്തവരും കോഡ് ജനറേറ്റ് ചെയ്യണം, ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരും കോഡ് ജനറേറ്റ് ചെയ്യണം. എന്നിട്ട് ഫൈനൽ രജിസ്ട്രേഷൻ, അതായത് ഫീ പേയ്മെൻറ്റും സിറ്റി ചോയ്സും അതേപോലെ കോഴ്സ് ഓപ്ഷനും ഒക്കെ എടുക്കുന്നത് എപ്പോഴാണ്? മാർച്ച് 12 തുടങ്ങി ഏപ്രിൽ 12 വൈകിട്ട് 5 മണി വരെ. അതായത് ബേസിക് രജിസ്ട്രേഷൻ മാർച്ച് 5 തുടങ്ങി ഏപ്രിൽ 4 അവസാനിക്കുന്നു. ബേസിക് രജിസ്ട്രേഷൻ കഴിഞ്ഞവരും കഴിഞ്ഞ വർഷങ്ങളിൽ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തവരും ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മതി. അതിന് രണ്ടിനും ഒരേ സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ കോഡ് ജനറേറ്റ് ചെയ്യുക. കോഡ് ജനറേറ്റ് ചെയ്താൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ബാക്കിയും ചെയ്യാം. അതായത് മാർച്ച് 12 തുടങ്ങി ഏപ്രിൽ 12 വരെ നിങ്ങൾക്ക് കോഡും ജനറേറ്റ് ചെയ്യാം, ഫൈനൽ രജിസ്ട്രേഷനും ചെയ്യാം. ഈ കാര്യങ്ങൾ ഓർക്കുക. ഇനി അതിൻ്റെ സൈറ്റ് നോക്കുക, www.aimsexams.ac.in എന്നുള്ള സൈറ്റിൽ. അപ്പോൾ ആ സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്, അതായത് കഴിഞ്ഞ വർഷമൊക്കെ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തവർക്ക് നേരെ കോഡ് ജനറേറ്റ് ചെയ്യാം. ന്യൂ രജിസ്ട്രേഷൻ അഥവാ പാർ രജിസ്ട്രേഷൻ ആദ്യമായി ചെയ്യുന്നവർ നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പേഴ്സണൽ ഡീറ്റെയിൽസ്, വാലിഡ് ID പ്രൂഫ്, സ്കാൻഡ് ഇമേജസ് ഓഫ് പാസ്പോർട്ട് ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം, സിഗ്നേച്ചർ ഉണ്ടാവണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഉണ്ടാവണം. ഈ പാസ്പോർട്ട് ഫോട്ടോ നിങ്ങൾക്ക് പേര്, ഡേറ്റ് ഒക്കെ വെച്ചാലും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടില്ല. ദെൻ നിങ്ങൾ നീറ്റിന് ഉപയോഗിച്ച അതേ ഫോട്ടോ ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ നിങ്ങൾ OBC ആണെങ്കിൽ താലൂക്കിൽ നിന്ന് കിട്ടിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ NCL, OBC ആണെങ്കിൽ NCL, SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇത് വില്ലേജിലേതല്ല, താലൂക്കിലേതായിരിക്കണം. പിന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻ്റ് ഇതൊക്കെ ഉണ്ടാവണം. ഇത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നവർ മതി. ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് കഴിഞ്ഞ വർഷം തന്നെ ഇതൊക്കെ കൊടുത്ത് റെഡി ആയിരിക്കുന്നവരാണ്, അവരിതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് അവിടെ നിൽക്കട്ടെ. പാർ രജിസ്ട്രേഷൻ ചെയ്യുന്നവർ ഈ പറഞ്ഞ ഡീറ്റെയിൽസ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പേഴ്സണൽ ഡീറ്റെയിൽ, അതേപോലെ പാസ്പോർട്ട് ഫോട്ടോ, സിഗ്നേച്ചർ ഒക്കെ കൊടുത്ത് അവരുടെ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുക. ഇപ്പോൾ 2 കൂട്ടരും ഒരുപോലായി, 2 കൂട്ടർക്കും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ IDയും അതേപോലെ നിങ്ങൾക്കൊരു പാസ്വേഡും ഉണ്ടാവും. ഈ 2 കൂട്ടർക്കും ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തവർക്ക് നിങ്ങൾക്ക് ഇമെയിലിൽ പഴയ IDയും പാസ്വേഡും ഉണ്ടാവും, അതെടുക്കുക. ഇല്ലെങ്കിൽ ഫോർഗോട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അത് റീജനറേറ്റ് അല്ലെങ്കിൽ റീകവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ ഈ 2 കൂട്ടർക്കും ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നേരെ എന്താണ്? ജനറേഷൻ ഓഫ് കോഡ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ഉപയോഗിച്ച് മാർച്ച് 12 തുടങ്ങിയുള്ള സമയത്ത് നിങ്ങൾക്ക് കോഡ് ജനറേറ്റ് ചെയ്യാം. ഈ കോഡ് ജനറേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സെക്കൻഡിൽ തന്നെ, അതായത് ഈ 12-ാം തീയതിക്കുള്ളിൽ തന്നെ, ഏപ്രിൽ 12-നുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോഴ്സ് ചൂസ് ചെയ്യാം. BSc നഴ്സിംഗ് ആണോ, BSc പാരാമെഡിക്കൽ ആണോ, ഇനി 2 കൂടിയാണോ? 2 കൂടിയാണെങ്കിൽ 2 കോഡ് ജനറേറ്റ് ചെയ്യണം. നഴ്സിംഗിന് ഒരു കോഡ്, BSc പാരാമെഡിക്കലിന് ഒരു കോഡ്. അങ്ങനെ കോഡ് ഓഫ് ഈ ജനറേഷൻ 2നും വേറെ വേറെ വേണം. ഈ കോഡ് ജനറേറ്റ് ചെയ്ത് കോഴ്സും ചൂസ് ചെയ്ത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് നടത്തി സിറ്റി ചോയ്സും നടത്തി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എന്തായി? ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം കോഡ് ജനറേറ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം ബേസിക് രജിസ്ട്രേഷൻ ചെയ്തവർ നേരെ കോഡ് ജനറേറ്റ് ചെയ്തു. ഈ 2 കൂട്ടരും എങ്ങോട്ട് വന്നു? ഫൈനൽ രജിസ്ട്രേഷനിൽ വന്നു. സിറ്റി ചോയ്സ് എടുത്തു, ഫീ പേയ്മെൻറ്റ് നടത്തി,
ഫൈനൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ വർഷത്തെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നിട്ടില്ല എങ്കിലും ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ വെച്ച് നോക്കിയാൽ 33 ഡിഫറൻറ്റ് പാരാമെഡിക്കൽ കോഴ്സസ് ആണ്. എല്ലാം കൂടെ ചേർത്ത് ഈ 33 കോഴ്സിനൂടെ ചേർത്ത് 265 സീറ്റേ ഉള്ളൂ. അതിൽ ജനറൽ സീറ്റ്, അതേപോലെ EWS, OBC, NCL, SC, ST, ഫിസിക്കൽ ഡിസബിലിറ്റി എല്ലാം കൂടെ ചേർത്ത് 265 സീറ്റാണ്. അത് മറക്കണ്ട. ഇനി നഴ്സിംഗ് നോക്കിയാൽ അത് പെൺകുട്ടികൾക്ക് മാത്രമാണ്. പാരാമെഡിക്കൽ ആ പ്രശ്നമില്ല, നഴ്സിംഗ് പെൺകുട്ടികൾക്ക് മാത്രമാണ്. 966 സീറ്റാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ഡേറ്റയാണ്. സീറ്റ് കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഈ വർഷത്തെ ഡീറ്റെയിൽ വന്നാലേ പറയാൻ പറ്റൂ. ഓക്കെ. എക്സാം സെൻറ്റർ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമാണ്. അത് ഏതിനാണ്? BSc നഴ്സിംഗിന്. നിങ്ങൾ നഴ്സിംഗ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം മാത്രമാണ്. അതേസമയം നിങ്ങൾ പാരാമെഡിക്കലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഡൽഹിയിലാണ് സെൻറ്റർ. കേരളത്തിൽ സെൻറ്റർ ഇല്ല. നഴ്സിംഗിന് കേരളത്തിൽ ഒരേ ഒരു സെൻറ്റർ തിരുവനന്തപുരം, പാരാമെഡിക്കലിന് ഡൽഹിയിൽ മാത്രം. റൈറ്റ്. എക്സാം ഡേറ്റ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നഴ്സിംഗിന് ജൂൺ 8-ാം തീയതി എക്സാം ആയിരിക്കും. പാരാമെഡിക്കലിന് ജൂലൈ 6-ാം തീയതി എക്സാം ആയിരിക്കും. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, എക്സാമിൻ്റെ ഏതൊക്കെ സബ്ജക്റ്റാണ്, എത്ര മാർക്കിനാണ്? അത് കഴിഞ്ഞ വർഷത്തെ വെച്ച് പറയാം, വെയിറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ അത് അത്യാവശ്യമില്ല. നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ റിലീസ് ചെയ്തതിന് ശേഷം സീറ്റ് എവിടെയൊക്കെയാണ്, എത്രയൊക്കെയാണ്, എങ്ങനെയാണ് എക്സാം, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ, എല്ലാ ഡീറ്റെയിലും പിന്നാലെ തരാം. എന്തായാലും അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നോട്ടെ. രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ മെയിനായിട്ട് സംശയങ്ങൾ ഉണ്ടാവുക ബേസിക് രജിസ്ട്രേഷൻ എന്താണ്, അല്ലെങ്കിൽ ബേസിക് രജിസ്ട്രേഷൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തവരാണ്, ഇനി ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെയുള്ള സംശയങ്ങളാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരിക്കൽ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തവർ നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ തന്നെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തെന്ന് തന്നെ കാണിക്കും. അതുകൊണ്ട് പറ്റ പ്രശ്നങ്ങളില്ല, പുതുതായിട്ട് ചെയ്യേണ്ട. ഇതുവരെ ചെയ്യാത്തവർ ഈ പാർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അവർക്ക് പാർ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരാം, മറ്റവർക്ക് നേരെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരാം. ക്ലിയർ അല്ലേ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.